ബിസ്മില്ലാഹ് അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി വമൻ ഇഹ്തദാ ബിഹുദാഹു അമ്മാ ബഅദ്. സൂറത്ത് ത്വാഹ 121, 122, 123 വചനങ്ങൾ പാരായണം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടതായ നിയമങ്ങൾ സൂചിപ്പിക്കാം. فَأَكَلَا مِنْهَا فَبَدَتْ لَهُمَا. ഇവിടെ എല്ലാ ഹർഫുകളും ഇസ്തിഫാലിൻ്റെ ഹർഫുകളാകയാൽ തർക്കീഖ് ചെയ്തുകൊണ്ടാണ് ഉച്ചരിക്കേണ്ടത്. ഒന്നിനും തഫ്ഖീം വരുന്നില്ല എന്നത് ശ്രദ്ധേയമാണ്. മിൻഹ എന്ന പദത്തിലെ സാക്കിനത്തായ നൂനിന് ഇൽഹാർ ഹൽക്കി നൽകി മണിക്കാതെ വെളിവാക്കേണ്ടതാണ്. ഫബദത് എന്ന് പറയുമ്പോഴുള്ള താഇൻ്റെ ഉച്ചാരണം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. മഹ്മൂസായ ഷദീദായ ഹർഫാണ് ത. ഫബദത് എന്നാൽ ഫബദത് ലഹുമ എന്ന് തീരെ താൻ്റെ ശബ്ദമില്ലാതെയോ ഫബദത് ലഹുമ ത് എന്ന ശബ്ദത്തെ ഹറക്കത്ത് പോലെ ചലിപ്പിച്ചുകൊണ്ടോ പറ്റുകയില്ല. ഫബദത് ലഹുമ എന്ന് ഹംസ് ചെയ്തുകൊണ്ട് ഹംസ് നൽകിക്കൊണ്ട് ഉച്ചരിക്കുക. فبدت لهما سوآتهما وطفقا يخصفان. ഈ പദത്തിൽ വطفق എന്ന് പറയുമ്പോൾ ഖാഫിൻ്റെ അലിഫ് ഇവയ്ക്കൊക്കെ തഫ്ഖീമാണ്, തടിപ്പിച്ച് സ്വരഭാരത്തോടെ ഉച്ചരിക്കേണ്ടവയാണ്. وطفقا يخصفان. ഇതിലും ഖാഇന് തഫ്ഖീമുണ്ട്, സ്വാദിന് കസ്ര ആയതുകൊണ്ട് കുറഞ്ഞ തഫ്ഖീം അതിനും നൽകണം. وطفقا يخصفان عليهما من ورق الجنة. മിൻ എന്നതിലെ സക്നത്തായ നൂനിനെ വാവിലേക്ക് ലയിപ്പിച്ച് മണിക്കണം. ഇദ്ഗാം ബിഗുന്ന നാഖിസ് നൽകി മിൻ വറഖി എന്ന് പറയുക. റാഇന് തഫ്ഖീം കൊടുക്കണം, ഖാഫിന് തഫ്ഖീം ചെയ്യണം. അതിന് കസ്ര ആയതുകൊണ്ട് കുറഞ്ഞ തഫ്ഖീമാണ് അതിനുണ്ടാവുക. മിൻ വറഖിൽ ജന്ന. ഈ പദത്തിൽ നൂൻ മുഷദ്ദദ വന്നിട്ടുണ്ട്. ഷദ്ദുള്ള നൂനിനെ മണിച്ചുകൊണ്ട് ഉച്ചരിക്കുക. അൽ ജന്ന. വഅസാ ആദമു റബ്ബഹു ഫഗവ. അസാ. ഈ പദത്തിൽ സ്വാദിനും അലിഫിനും തഫ്ഖീമാണ്. ഇസ്തിഅലാഇൻ്റെ ഹർഫായ സ്വാദിന് അലിഫ് നൽകി ദീർഘിപ്പിക്കുന്നു. ആ ദീർഘത്തിലും തഫ്ഖീം വേണം, തടിപ്പിച്ച് ഉച്ചരിക്കുക. സോ എന്ന് പറയുക. ആ ദീർഘത്തിലാണെങ്കിൽ 4 or 5 ഹറക്കത്തിൻ്റെ അളവിലുള്ള മദ് മുൻഫസിൽ നൽകുകയും വേണം. ആദമു എന്ന് പറയുമ്പോഴുള്ള അലിഫിൻ്റെ ഉച്ചാരണവും അസോ എന്ന് പറയുമ്പോഴുള്ള അലിഫിൻ്റെ ഉച്ചാരണവും നേർവിപരീത സിഫത്തുകൾ നൽകിക്കൊണ്ടാണ്. ഒന്നിന് തഫ്ഖീം, ആദമു എന്ന് പറയുന്ന അലിഫിന് തർക്കീഖ്. അതാണ് വ്യത്യാസം. വഅസാ ആദമു റബ്ബഹു. റാഇന് തഫ്ഖീം കൊടുക്കുക. റബ്ബഹു ഫഗവ. ഗൈനിന് മാത്രം ഈ പദത്തിലും തഫ്ഖീം നൽകണം. ഫഗവ. ثم اجتباه ربه. ثم മീം മുഷദ്ദദയെ മണിക്കുക, ഷദ്ദുള്ള മീം. ഇജ്തബാഹു ജീമിൻ്റെ സുക്കൂൻ ഖൽഖല സുഗ്റ നൽകി ശബ്ദം ഹറക്കത്ത് പോലെ ചലിപ്പിക്കുക. ثم اجتباه ربه فتاب عليه. റബ്ബുഹു റാഇന് തഫ്ഖീം കൊടുക്കണം. റബ്ബുഹു എന്നതിലെ ഹാ ഉദ്ദമീറിന് മദ്ദുസിലത്തി സുഗ്റ എന്ന 2 ഹറക്കത്തിൻ്റെ അളവിൽ മാത്രമുള്ള ദീർഘം നൽകണം. ഫതാബ അലൈഹി വഹദ. ഐൻ വ്യക്തമായി ഉച്ചരിക്കാൻ ശ്രദ്ധിക്കുക. എല്ലാ ഹർഫുകളും കൃത്യമായി അതിൻ്റെ മഖ്റജിൽ നിന്ന് തന്നെ ഉച്ചരിക്കണം. ഖാല ഇഹ്ബിതാ മിൻഹാ ജമീഅ. ഖാല ഖാഫിനും അലിഫിനും തഫ്ഖീമാണ്, തടിപ്പിച്ച് സ്വരഭാരത്തോടെ ഉച്ചരിക്കുക. ഖാല ഇഹ്ബിതാ. താഇനും അലിഫിനും തഫ്ഖീം കൊടുക്കുക, തടിപ്പിച്ച് സ്വരഭാരത്തോടെ ഉച്ചരിക്കുക. ഹാഇൻ്റെ ഉച്ചാരണം പ്രത്യേകം ശ്രദ്ധിക്കുക.
അത് ഹാ പോലെ ആവാതെ ഖാല ഇഹ്ബിതാ മിൻഹാ. വീണ്ടും മിൻഹ എന്ന പദം വരുന്നു. സാക്കിനത്തായ നൂനിനെ ഇൽഹാർ ഹൽക്കി നൽകി മണിക്കാതെ വെളിവാക്കണം. മിൻഹ ജമീഅ ബഅ്ദുകും ലിബഅ്ദിൻ അദു. ബഅ്ദുകും ضادിന് തഫ്ഖീം, സാക്കിനത്തായ മീമിനെ ഇൽഹാർ ഷഫവി നൽകി മണിക്കാതെ വെളിവാക്കണം. ബഅ്ദുകും ലിബഅ്ദിൻ അദു. വീണ്ടും ضاد വരുന്നു. കസ്ര അതുകൊണ്ട് കുറഞ്ഞ തഫ്ഖീം അവിടെ നൽകുക. ضاد അതിൻ്റെ മഖ്റജിൽ നിന്ന് വ്യക്തമായി ഉച്ചരിക്കാൻ ശ്രദ്ധിക്കുക. നാവിൻ്റെ സൈഡ് മേലെ അണപ്പല്ലുമായി ചേർത്താണ് ضادിൻ്റെ മഖ്റജ്. ലിബഅ്ദിൻ എന്നതിലെ തൻവീനിനെ ഇൽഹാർ ഹൽക്കി നൽകി മണിക്കാതെ വെളിവാക്കണം. ലിബഅ്ദിൻ അദു. അദുവ് എന്ന് ശബ്ദം ചലിപ്പിക്കരുത്. അദു എന്ന് വെറും ഒരു ദീർഘാക്ഷരത്തിൽ മതിയാക്കുകയും പറ്റുകയില്ല. മറിച്ച് അല്പം ശക്തി കൊടുത്തുകൊണ്ട് അദു 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 എന്ന് ഉച്ചരിക്കുക. ലിബഅ്ദിൻ അദു ഫഇമ്മാ യഅ്തിയന്നകും. ഇവിടെ മീം മുഷദ്ദദ നൂൻ മുഷദ്ദദ, ഷദ്ദുള്ള മീമും ഷദ്ദുള്ള നൂനും വന്നു. രണ്ടിനും മണിച്ചുകൊണ്ടുള്ള രണ്ട് ഹറക്കത്തിൻ്റെ അളവിലുള്ള ഉന്നത്ത് കൊടുക്കണം. فإما يأتينكم مني هدى. സാക്കിനത്തായ മീമും ശേഷം ഹറക്കത്തുള്ള മീമും രണ്ടും ഇദ്ഗാം ചെയ്ത് ഇദ്ഗാം ഷഫവി നൽകി ഒറ്റ മീമാക്കി മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. മിന്നി എന്നതിൽ വീണ്ടും നൂൻ മുഷദ്ദദ വന്നു, അതും ഉന്നത്ത് നൽകി ഉച്ചരിക്കുക. ഹുദൻ ഫമനിത്തബഅ ഹുദായി. ഹുദൻ ഫമൻ തൻവീനിനെ ഇഖ്ഫാ ഹഖീഖി നൽകി ശേഷം ഫാ വന്നതുകൊണ്ട് അവ്യക്തമാക്കി മണിച്ചുകൊണ്ട് ഉച്ചരിക്കുക. ഹുദൻ ഫമനിത്തബഅ ഹുദായ ഫലാ യദില്ലു വലാ യഷ്ഖാ. ഫലാ യദില്ലു ضادിന് കസ്ർ നേരത്തെ സൂചിപ്പിച്ച പോലെ കുറഞ്ഞ തഫ്ഖീം കൊടുക്കുക. വലാ യഷ്ഖാ ഖാഫിനും അലിഫിനും പൂർണ്ണമായ തഫ്ഖീം കൊടുത്ത് സ്വരഭാരത്തോടെ ഉച്ചരിക്കുക. വലാ യഷ്ഖാ. ബാറക്കല്ലാഹു ഫീക്കും. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. فأكلا منها فبدت لهما سوآتهما وطفقا يخصفان عليهما من ورق الجنة وعصى آدم ربه فغوى ثم اجتباه ربه فتاب عليه وهدى. قال اهبطا منها جميعا بعضكم لبعض عدو فإما يأتينكم مني هدى فمن اتبع هداي فلا يضل ولا يشقى.